പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ ശുശ്രൂഷകരെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഡിസംബർ 19 നമ്മൾ ഈ ഇൻറ്റൻസീവായിട്ട് കർത്താവിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിലാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്ക് ചോദിക്കാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ജോസപ്പച്ചൻ്റെ ഓർഡിനേഷൻ ഡേ ആണ്. 33 വർഷമായി അച്ഛൻ വൈദികനായിട്ട്. നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡിസംബർ മാസം ഒട്ടുമിക്ക വൈദികരുടെയും ഓർഡിനേഷൻ വാർഷിക മാസമാണ്. നമുക്ക് വൈദികരെയൊക്കെ ഓർക്കാം. നമുക്ക് ഈ ക്രിസ്മസിന് നമുക്ക് നല്ലൊരു ക്രിസ്മസ് സമ്മാനം നമുക്ക് ചോദിക്കാം. നമ്മുടെ തമ്പുരാൻ്റെ ഈശോയുടെ ജന്മത്തിരുന്നാൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവ് സഭയിലൂടെ നമുക്ക് ഓരോ തിരുനാളുകൾ നമുക്ക് നൽകുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങുക, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, കുമ്പസാരം സ്വീകരിക്കുക, പ്രത്യേക പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. നമുക്ക് നന്നായി ഒരുങ്ങി എന്നൊരു തോന്നൽ നമുക്ക് ഉള്ളത് നല്ലതാണ്. പഠിച്ചു എന്ന് തോന്നിയാൽ പരീക്ഷ നന്നാകുന്നത് പോലെ പഠിച്ചില്ല എന്ന് തോന്നിയാൽ പരീക്ഷ മോശമാവും. പ്രാർത്ഥിച്ചു എന്ന് തോന്നിയാൽ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ക്രിസ്മസിന് നന്നായി ഒരുങ്ങി എന്ന തോന്നൽ തന്നെ നമുക്ക് അനുഗ്രഹമായി മാറും. ഈ ബലി ഭക്തിയോട് അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ മറിയ ആകയാൽ നിത്യനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ,
ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകയുടെ പ്രസവം വഴി അങ്ങേ മഹത്വത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്താൻ തിരുവുള്ളമായ ദൈവമേ, മനുഷ്യാവതാര രഹസ്യം വിശ്വാസത്തിന്റെ സമഗ്രതയോടെ ആദരിക്കുവാനും എപ്പോഴും ഉചിതമായ ഭക്തിയോടെ ആചരിക്കുവാനും ഞങ്ങൾക്ക് കൃപയരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് സാംസന്റെ ജനനം ദൈവദൂതൻ അറിയിക്കുന്നു. അക്കാലത്തെ സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതായിരുന്നു. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്ന് കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എസ്താവോലിനും മധ്യയുള്ള മഹാനേദോയിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ദൈവവചനമാണ് കേട്ടത്. ദൈവത്തിന് നന്ദി. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. എൻ്റെ അധരങ്ങൾ, എൻ്റെ അതിരുകൾ സദാ അങ്ങയെ സദാ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കും. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അധരങ്ങൾ, എൻ്റെ അതിരുകൾ സദാ അങ്ങയെ സദാ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. അങ്ങയുടെ മഹത്വം വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. എൻ്റെ അധരങ്ങൾ, എൻ്റെ അതിരുകൾ സദാ അങ്ങയെ സദാ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കും. അങ്ങയുടെ മഹത്വം അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. പ്രഘോഷിക്കും. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു.
എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കും. ജനതകൾക്കടയാളമായ ജസ്സയുടെ വേരാകുന്ന കർത്താവെ, വൈകാതെ ഞങ്ങളെ രക്ഷിക്കാൻ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെറോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. എലിസബത്ത് ബന്ധിയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിയവരെയും പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയായ്ക്ക് കൂറുവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയായ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി.
അവൻ അവരോട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ശ്രവിക്കുമ്പോഴും വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ പിതാവ് സക്രിയായ്ക്കും ഏകദേശം ഒരേപോലെ അനുഭവമാണ് ഉണ്ടായത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുന്നു. പക്ഷെ മറിയത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. ഞാനിതെങ്ങനെ അറിയും എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം വാക്യത്തിൽ സക്രിയ ചോദിച്ചപ്പോൾ അത് കുഴപ്പമായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സക്രിയ ഒരു ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാളല്ലേ, കൂടുതൽ നൽകപ്പെട്ട ഒരാളല്ലേ. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെയല്ല, സക്രിയ ഒരു പുരോഹിതനായിരുന്നു. കൂടുതൽ നൽകപ്പെട്ടയാളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും, കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യപ്പെടും. പൾത്താര ശുശ്രൂഷകർ, ഗാന ശുശ്രൂഷകർ, ഓൾട്ടർ ബോയ്സ്, വായന ശുശ്രൂഷകർ, അവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ജനം സഹിക്കില്ല. അതങ്ങനെയാണ്. അതുപോലെ ആയിരിക്കാം, അങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷേ തുടർന്ന് നമ്മൾ വചനമൊന്ന് വായിക്കുമ്പോൾ വേറെ നല്ല പോസിറ്റീവായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം വാക്യത്തിൽ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 17-ാം വാക്യത്തിൽ, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സ്നാപയോഹന്നാനെ ഏലിയ പ്രവാചകനുമായി കമ്പയർ ചെയ്യുന്നത് ബൈബിളിലുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിൻഡ് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. അത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മലാക്കി പ്രവചനമാണ്. മലാക്കി പ്രവചനത്തിന് 4 അധ്യായങ്ങളേ ഉള്ളൂ. 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ് ഇത്. പഴയ നിയമം അവസാനിപ്പിച്ച് നിർത്തിയെടുത്തുനിന്ന് പുതിയ നിയമത്തിൽ ആ മിഷൻ തുടങ്ങുന്നത് സ്നാപയോഹന്നാനെ വെച്ചിട്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഏലിയ പ്രവാചകന് പകരം ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്ന് പറയുന്ന പോലെ, ഞാൻ പറഞ്ഞല്ലോ, സ്നാപയോഹന്നാനെ ഏലിയായുടെ ചൈതന്യം, അങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഇത് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളാണ്. ഇപ്പം ഏലിയ രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ള കാര്യമല്ലേ. അപ്പം ഏലിയായെ വീണ്ടും അയക്കും എന്ന് പറയുന്നത് സ്നാപയോഹന്നാനെ അയക്കും എന്നത് തന്നെയാണ്. അവസാനത്തെ വാക്ക് പഴയ നിയമത്തിലെ മലാക്കി പ്രവചന അവസാനത്തെ പുസ്തകം, അതിൻ്റെ അവസാനത്തെ വാക്യം 4-ാം അധ്യായം 6-ാം വാക്യം, ഏറ്റവും അവസാനത്തെ വാക്യം, ഞാൻ വന്ന ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ലൂക്ക 1:17 അത് തന്നെ. കുറച്ച് വ്യത്യാസമുള്ളത്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. അപ്പം വളരെ ഡയറക്റ്റ് ഹിൻ്റാണ് മലാക്കി പ്രവചനവും ലൂക്ക 1:17 തമ്മിൽ ഉള്ളത്. ഇനി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവർ
ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റം വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അത് സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളെക്കുറിച്ചാണ്. സക്രിയായും എലിസബത്തും നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും. അപ്പോൾ ലൂക്ക 1:17 വരുന്നത് അതാണ്. മലാക്കി പ്രവചനം വ്യത്യസ്തമായിട്ട് പറയുന്നൊരു കാര്യം, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാൻ നീതിനിഷ്ഠയോടുകൂടെ കുറ്റമില്ലാതെ ജീവിച്ച മാതാപിതാക്കളിൽ നിന്ന് സ്നാപയോഹന്നാൻ വരുന്നു. ഇത് വളരെ രസകരമാണ്. അപ്പോൾ സക്കറിയ ശ്രദ്ധിക്കാതെ വന്നൊരു അബദ്ധമാണ് സംസാരിക്കാൻ പറ്റാണ്ടായത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം അവരെക്കുറിച്ച് പറയുന്നത് ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അപ്പോൾ നല്ല ദൈവം ഒരുക്കിയ ഒരു സംവിധാനമാണ് അത്. ദൈവം ഒരുക്കിയ സംവിധാനമാണ്. ഇനിയും എന്തുകൊണ്ടായിരിക്കാം ഈ സക്കറിയായിക്ക് വർത്തമാനം പറയാനുള്ള ഇത് പോയത്? ഇപ്പം മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഇതൊരു സഹനമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു പുസ്തകത്തിലും വായിച്ചിട്ടുണ്ടാകുകയല്ല, സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട്. അത് ഈശോയുടെ ജീവിതം എടുത്താലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം എടുത്താലും സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട്. കർത്താവിൻ്റെ സഹനം കാരണമാണ് നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കർത്താവിൻ്റെ നാമമാണ് ഏറ്റുപറയുന്നത്. കർത്താവിൻ്റെ പേരിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്, സകല മുട്ടുകളും അടങ്ങുന്നതിനും വേണ്ടി. അപ്പം കർത്താവിനെ എന്തുമാത്രം ഉയർത്തി, സകല നാവുകളും ഏറ്റുപറയത്തക്ക വിധം കർത്താവിനെ ദൈവം ഉയർത്തി. പരിശുദ്ധ മറിയത്തെ ഓർത്ത് നോക്കിക്കേ. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനം അനുഗ്രഹമായി മാറി. പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. എത്ര കർത്താവ് ഈ പരിശുദ്ധ മറിയത്തെ ഉയർത്തി. എൻ്റെ ജീവിതത്തിലും ഇന്നത്തെ ദിവസം എനിക്കൊരു ശക്തമായൊരു അനുഭവം ഉണ്ട്. 10 വർഷം മുമ്പുള്ളൊരു അനുഭവമാണ്. അത് സഹനം കഴിഞ്ഞാൽ കൃപയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. 2014 ഞാനായിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ രാവിലെ കുളിക്കാൻ വേണ്ടി ഒരു 4:30 മണിയായി. 5 മണിക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഞാൻ സബ്സ്റ്റേഷൻ പള്ളിയിലാണ്, ഇടവക പള്ളിയിൽ കുർബാനയുണ്ട്. 5 മണിക്ക് ജവമാലയ്ക്ക് നേതൃത്വം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ വെള്ളം ചൂടാക്കി, അപ്പോൾ കുറച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോയി മിക്സ് ചെയ്ത് കുളിക്കാൻ വേണ്ടി. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണിട്ട് വെള്ളം തെറിച്ച് വീണ് എൻ്റെ മുതുക് പൊള്ളിയിട്ട് ഞാനിനെ കൈ ഒന്ന് മുതുകത്ത് എന്താ സംഭവിച്ചത് മുതുകിട്ടപ്പോൾ എൻ്റെ കയ്യിൽ തൊലിയിരിക്കുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അച്ഛന്മാരെ പകരം വിളിക്കാൻ പറ്റുകയില്ല. ഞാൻ പോയി ശുശ്രൂഷ ചെയ്തു. 10 മണിക്ക് പുലർച്ചെയുള്ള ശുശ്രൂഷ ചെയ്തു, 10 മണിക്കുള്ള ശുശ്രൂഷ ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ ഷർട്ട് ഇട്ടിട്ടാണ് ക്യാസക്ക് ധരിക്കുന്നത്, ലോവ ധരിക്കുന്നത്. അപ്പോൾ ഷർട്ട് നനഞ്ഞ് അതിൻ്റെ പുറമെ ക്യാസക്കിലും നനഞ്ഞ് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളവും ബ്ലഡും കൂടി വന്ന് അത് നനഞ്ഞു. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റൊരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ആശുപത്രി പോകാൻ പറഞ്ഞു. 5 ദിവസം ആശുപത്രി കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പോൾ ഡിസംബർ 3-ാം തീയതി, എൻ്റെ പേര് ഫ്രാൻസിസ് സേവർ എന്നാണ്. ഡിസംബർ 3-ാം തീയതി 2014 ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഫ്രാൻസിസ് സേവർ പുണ്യാളൻ്റെ തിരുനാളിൻ്റെ അന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. ഫ്രാൻസിസ് സേവർ പുണ്യാളൻ ഈ സ്വന്തം നാട് വിട്ട് വിദൂര ദേശത്തേക്ക് വന്നതുപോലെ എനിക്ക് കേരളം വിട്ടുപോയിട്ടൊരു വചനപ്രഘോഷണം നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ 19-ാം തീയതിയാണ്, ആ മാസം തന്നെ 19-ാം തീയതിയാണ് മുതുകുപള്ളി ആശുപത്രി അഡ്മിറ്റാകുന്നത്. 23-ാം തീയതി വരെ ആശുപത്രിയിലായിരുന്നു. 21-ാം തീയതി ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന്, പ്രസിദ്ധമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അത് പിറ്റേ ഞായറാഴ്ച ബാംഗ്ലൂർ പോയിട്ട് വചനപ്രഘോഷണം ചെയ്യാൻ. ഞാൻ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ശുശ്രൂഷ പോകും. ഞാനത് ഏറ്റു. 23-ാം തീയതി ആശുപത്രി വിട്ട് തിരിച്ചു വന്നു. 24-ാം തീയതി രാത്രി ഇടവകപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ അന്ന് പ്രസംഗം എന്നെ വികാരിയച്ഛനെ ഏൽപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ പണ്ട് പെണ്ണുങ്ങളൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കഷത്തിന് താഴെ ഇങ്ങനെ എന്തെങ്കിലും തോർത്തുമുണ്ട് കെട്ടി വെച്ച് കുളിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. അപ്പോൾ ഈ ഷർട്ട് നനയാതിരിക്കാൻ വേണ്ടി ഷർട്ടിൻ്റെ ഉള്ളിൽ ഒരു തുകർത്തെടുത്ത് കെട്ടി വെച്ചു. എന്നിട്ട് ഷർട്ട് എൻ്റെ മീതെ ലോവ് ഇട്ടു. പ്രസംഗത്തിനിടയിൽ കൈയൊക്കെ പൊക്കി പ്രസംഗിക്കുന്നതിനിടയിൽ തുകർത്ത് താഴേക്ക് പോയി. അത് താഴേക്ക് പോയില്ല, ഇവിടെ ഉടക്കി കിടക്കുക, ഇവിടുത്തെ പിടുത്തം വിട്ടുപോയി. അപ്പോൾ അന്ന് രാത്രി ഉറക്കത്തിൽ
മുതുകിലെ തൊലിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഉണങ്ങി വരുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോയി. പിറ്റേ ശനിയാഴ്ച ദിവസം 26 തോന്നുന്നു, 26-ആം തീയതി രാത്രി കല്ലട ട്രാവൽസിൽ വോൾവോ ബസ്സിൽ യാത്ര ചെയ്ത് 11-12 മണിക്കൂർ യാത്ര ചെയ്ത് ചാരിയിരുന്ന് യാത്ര ചെയ്ത് ഞാൻ ബാംഗ്ലൂർ പോയി മിനിസ്ട്രി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ എന്നോട് പറഞ്ഞത്, അവിടെ ഒരു മിനിസ്ട്രിക്ക് ചെല്ലുന്നവർക്ക് മുൻപ് ഒരു മാനസിക സഹനം അല്ലെങ്കിൽ ഒരു ശാരീരിക സഹനം ഉറപ്പാണ്. അത് കിട്ടിയവരവർ ചെല്ലാറുള്ളൂ. അപ്പോൾ എനിക്കൊരു ബോധ്യപ്പെട്ട ഇത് മാത്രമല്ല, കുറേ അനുഭവമുണ്ട്. സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട്. അപ്പം സക്കറിയായുടെ സഹനം കഴിഞ്ഞപ്പോൾ സക്കറിയായ്ക്ക് കൃപയുണ്ടായി. അവസാനത്തെ വചനം പറയുന്നത് ലൂക്ക 1:25 പറയുന്ന, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നു എന്ന് എലിസബത്ത് പറയത്തക്ക വിധത്തിൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായി. സഹനം കഴിഞ്ഞാൽ കൃപയുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 2-4-5 വചനങ്ങളിൽ പറയുന്നത്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. സഹനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ അത് വലിപ്പവും കൂടും. കാരണം സഹനം ഒരു പ്രോജക്റ്റാണ്. വലിയ പ്രോജക്റ്റിന് വലിയ അനുഗ്രഹമാണ് കിട്ടുക. വലിയ പ്രോജക്റ്റിന് വേണ്ടി കാശ് മുടക്കിയാൽ നിങ്ങൾക്ക് വൻപൻ ലാഭം കിട്ടും. ഇപ്പം നല്ലൊരു ബീച്ച് റിസോർട്ടോ വലിയൊരു സംഭവം, കോടികൾ മുടക്കിയ ഒരു സംഭവം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻപൻ ലാഭം കിട്ടും. ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ തട്ടുകടയുടെ ലാഭം കിട്ടുള്ളൂ. ഒരു കുഞ്ഞു വേദന വന്നു കഴിഞ്ഞാൽ, കുഞ്ഞു വേദന വരുമ്പോൾ തന്നെ അയ്യോ ഇത് മതി കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ലാഭം കിട്ടുള്ളൂ. എന്നാൽ വൻപൻ സഹനം വന്നു കഴിഞ്ഞാൽ വൻപൻ ലാഭം നിങ്ങൾക്ക് കിട്ടും. അനുഭവങ്ങളിലൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ സഹനങ്ങളിലൂടെ വലിയ ലാഭമുണ്ടാവും. ഈശോയുടെ സഹനം വലിയ സഹനമായിരുന്നു. വലിയ ലാഭം വേണോ ചെറിയ ലാഭം വേണോ? ഡു യു വാണ്ട് എ സ്മോൾ പ്രോഫിറ്റ് ഓർ ഒരു ബിഗ് സൈസ് പ്രോഫിറ്റ് ഇൻ യുവർ ലൈഫ്? അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുക. ഇനി ഒരാൾ സഹിക്കുന്നത് അത് ഒരു കൃപയാണ്. ഈശോ ഒരു പ്രിഫേസിൽ യൂക്കറിസ്റ്റി പ്രയറിൽ ഒരാൾ മരിച്ചു നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി, അങ്ങനൊരു ഈശോയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് വിശുദ്ധ കുർബാന പുസ്തകത്തിൽ. ഒരാൾ സഹിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മ മാത്രം സഹിക്കുന്നു, എനിക്ക് മാത്രം സഹനം, ഞാൻ മാത്രം സഹിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണ്, എനിക്കിത് അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരാളെ മാത്രം, അമ്മ അല്ലെങ്കിൽ അപ്പൻ, ആരെങ്കിലും ഒരാളെ ദൈവം സഹിക്കാൻ ദൈവം തിരഞ്ഞെടുക്കും. അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ട്, ചിലപ്പോൾ മക്കൾ നല്ലതായിട്ട് പഠിക്കാൻ, അവരുയർന്നു കയറാൻ വീട്ടിലൊരാളുടെ സഹനം അനുഗ്രഹമായിട്ട് വരും. അത് ദൈവം ക്രമീകരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഒരാൾ മാത്രം സഹിച്ചിട്ടുണ്ടാവും, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി. ഇനി 4-മതൊരു ചിന്ത, നമ്മൾ കുറച്ചങ്ങ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഗതിയില്ലാതായിട്ടുണ്ടെങ്കിൽ, കടം കയറിയിട്ടുണ്ടെങ്കിൽ, രോഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നാട്ടുകാർ അപ്പം നിങ്ങൾ അധികം നോക്കിയല്ല, അവരൊക്കെ പോയി, അവരൊക്കെ നശിച്ചു എന്നൊരു വർത്തമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവർക്കുണ്ടായാൽ നമ്മൾ അധികം പ്രൊജക്റ്റഡ് ആയാൽ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ നല്ല രീതിയിൽ അങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അസൂയ വരും, നമ്മളുടെ മേൽ മറ്റുള്ളവർക്ക് അസൂയ വരും. നമ്മളെ അധപതിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സങ്കടങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നത്, ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അത് നല്ലതാണ്. നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ സമയം നന്നായിട്ട് ഒരുങ്ങി കയറി വരാൻ പറ്റും. കയറി വരാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് നൽകുന്നത്. എനിക്ക് സക്കറിയായുടെ ഈ വായിക്കുമ്പോഴും സക്കറിയ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി, അങ്ങനെ മിണ്ടാൻ പറ്റാതായിട്ടും ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി ആത്മസംയമനത്തോടെ അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നത്. അത് പലകയിൽ എഴുതി കൊടുക്കുമ്പോഴല്ലേ, അതുവരെ അത് സഹിച്ചു, അത് കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി. അതുകൊണ്ട് സഹനങ്ങളെ നല്ല സ്നേഹത്തോടെ സ്വീകരിക്കാം. നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ദൈവം ഒരുക്കുന്ന വഴികളാണെന്നറിയാതെ ഒന്നും തട്ടിത്തെറിപ്പിച്ച് കളയല്ല മക്കളെ. ദൈവം ഒരുക്കിയ വഴികളാണത്.
എനിക്കിത് സഹനം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ വലിയ ലാഭം, വലിയ അനുഗ്രഹം തരാൻ ദൈവം ഒരുക്കി വയ്ക്കുന്ന അനുഗ്രഹം അത് കാണാതെ, അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മളതെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക. നമുക്ക് പിന്നീട് തോന്നും, എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ്, ഞാൻ കുറച്ചൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, കുറച്ചൊന്ന് അടക്കം പാലിച്ചിരുന്നെങ്കിൽ എനിക്ക് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്രിസ്മസ് സമ്മാനം ലഭിക്കട്ടെ. ആസയിൽ വിലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനായി നല്ല ദൈവമേ. കാസയിൽ വിലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനായി നല്ല ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ സ്തവം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങേ ബലിപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നവ അങ്ങേ ശക്തിയാൽ പവിത്രമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെ പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് വാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ
ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ
പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകളിൽ കണ്ണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകളിൽ കണ്ണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ
ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ഭയഭക്തിയോടുകൂടെ നമുക്ക് ഈ സമയത്തിൽ പങ്കുചേരാം. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികളാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. നാവുകളിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ലാറ്റിൻ ക്രമമനുസരിച്ച് ഈശോയുടെ തിരുശരീരം എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന നൽകപ്പെടുന്നത്. അപ്പോൾ ആമേൻ എന്ന് പറയുന്നൊരു രീതി നല്ലതാണ്, നമുക്കത് അനുഗ്രഹമാണ്. അങ്ങനെ തന്നെ അത് കർത്താവിൻ്റെ ശരീരം തന്നെ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ ഡബിൾ ഇഫക്റ്റാണ്. അതങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് നല്ലതാണ്. മറ്റുള്ളവർ, മറ്റു മതസ്ഥരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരരുത്. അവരുടെ സ്വസ്ഥാനങ്ങളിൽ ഈ സമയം പ്രാർത്ഥനയിൽ ആയിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുമ്പോൾ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായുള്ള ആഗ്രഹം ദയാപൂർവം ഞങ്ങൾ ജനിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകന്റെ ജനനം നിർമ്മല മാനസരായി ആദരപൂർവം സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സമ്മാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ